ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഡാഷ് ക്യാമാണ് പരിചയപ്പെടുത്തുന്നത്. 70mm എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ M300 എന്ന് പറഞ്ഞൊരു മോഡൽ ക്യാമിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഡാഷ് ക്യാം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഫിക്സ് ചെയ്യുന്നുണ്ട് വെഹിക്കിളിൽ. അത്ര എക്സ്പെൻസീവ് അല്ലെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആക്സസറിയാണ് ഈ ഡാഷ് ക്യാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കമ്പനി വെഹിക്കിളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ തന്നെ വേറെ ആർഗ്യുമെൻറ്റിന് നിൽക്കാതെ ഇതിലുള്ള വീഡിയോ വിഷ്വൽ നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഡാഷ് ക്യാം എന്തായാലും നല്ലതാണ്. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. ഇതത്ര പ്രൈസൊന്നും ആയിട്ടില്ല. ഇത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എപ്പോഴും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈസിങ് ഫിക്സഡ് പ്രൈസ് അല്ല. അപ്പോൾ ഇതിൻ്റെ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അല്ലാതെ ഞങ്ങൾ ഇതിന് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇത് അൺബോക്സ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ്. അത്ര വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാത്തൊരു ക്യാമറയാണ്. ഇതിൻ്റെ എല്ലാ ഡിവൈസും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. ആവശ്യമുള്ള വയറിങ്ങും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മൊഡ്യൂളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു യൂസർ മാനുവലാണ് ആദ്യമായിട്ട് ഉണ്ടാവുക. യൂസർ മാനുവലിലാണ് ഇതിൻ്റെ ഫുൾ ആപ്പിൻ്റെ ഡീറ്റെയിൽസും ഇത് യൂസ് ചെയ്യുന്ന രീതി, ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതികളെല്ലാതും ഇതിൻ്റെ അകത്തുണ്ടാവും. പിന്നെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കർ ഉണ്ടാവും. ഇത് ഈ സ്റ്റിക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ഈ ക്യാം നമ്മുടെ വിൻഷീൽഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് നല്ല രീതിയിൽ ഫിക്സ് ആവുകയും ചെയ്യും. എന്തെങ്കിലും ഊരണമെങ്കിൽ ഊരെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് സ്റ്റിക്കറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ. ഇതാണ് M300 മോഡൽ 70mm ക്യാമ വരുന്നത്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു ക്യാമയാണ്. ഇത് അത്യാവശ്യം വണ്ടികളിലൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റീസെൻ്റ്ലി 2 ക്രിസ്റ്റയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 128GB ഒരു SD കാർഡും ഇതിൻ്റെ കൂടെ മേടിച്ചിട്ടുണ്ട്. 128 ആണ് ഈ ക്യാമിന് പ്രിഫർ ചെയ്യുന്നത്. ഫുൾ HD ക്യാമാണ്. അപ്പോൾ അത് തന്നെ സാംസങ് ആണ് പറയുന്നത്. സാംസങ് തന്നെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ്മെൻറ്റ് സൈഡിലേക്ക് ഉണ്ടാവില്ല, മുകളിലേക്കും താഴേക്കും മാത്രമേ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളൂ. പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് ഒരു വയറിംഗ് കിറ്റ് വരുന്നുണ്ട്. മീൻസ് USB കേബിളാണ്. അധികം വയറിംഗ് കിറ്റൊന്നും ഇല്ല. ഇത് ഡയറക്റ്റ് അതിൽ പ്ലഗ് ഇൻ ചെയ്തിട്ട് USB അഡാപ്റ്റർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആ അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ 12V ചാർജറിൻ്റെ സോക്കറ്റിൽ കണക്ട് ചെയ്യാം. ഞങ്ങൾ അങ്ങനെയല്ല കണക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് ഇഗ്നീഷൻ ലൈനിൽ കണക്ട് ചെയ്യാം. അപ്പോൾ പിന്നെ അതില്ലെങ്കിൽ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഡയറക്റ്റ് അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇഷ്യൂസ് ഇല്ല. ഓട്ടോമാറ്റിക് കീ ഓൺ ആകുമ്പോൾ അത് റെക്കോർഡ് ആവുകയും കീ ഓഫ് ചെയ്യുമ്പോൾ ഓഫ് ആവുകയും ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വെഹിക്കിളൊക്കെ ചാർജ് ചെയ്യണമെങ്കിലൊക്കെ, മൊബൈലൊക്കെ ചാർജ് ചെയ്യണം. 128GB സാംസങ്ങിൻ്റെയാണ് EVO ഫുൾ HD റെക്കോർഡിങ്ങിന് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു മെമ്മറി കാർഡാണിത്. അപ്പോൾ ഈ മെമ്മറി കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസൊന്നും ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെമ്മറി കാർഡാണ്. പിന്നെ വീഡിയോ ഡിലേ ഹാങ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ സമയത്ത് നമ്മളിത് റിമൂവ് ചെയ്തിട്ട് ലാപ്ടോപ്പിലോ മൊബൈലിലോ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്താൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ഉള്ള ഒരു SD കാർഡാണ്. 70mm മേടിക്കുന്ന എല്ലാ ക്യാമറയ്ക്കും ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സെയിം മെമ്മറി കാർഡാണ്. സാംസങ്ങിൻ്റെ 128 ആണ് മിനിമം അതിൽ മേടിക്കാറ്. അപ്പോൾ ഇതിൻ്റെ ഇടുന്ന സ്ലോട്ടാണ്. ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി. പിന്നെ ഒരു ചാർജിങ് പോർട്ടാണ് ആ ഭാഗത്ത് വരുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ മാനുവലിൽ അവരതിൻ്റെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ പ്ലേ സ്റ്റോർ അതിൻ്റെ അകത്തുനിന്ന് നമുക്കിതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും 70mm. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാണ്.
അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ എന്ന് വെച്ചാൽ ആപ്പ് എന്തായാലും ഡൗൺലോഡ് ചെയ്യണം. കാരണം പ്രത്യേകിച്ച് ഇതിൻ്റെ ഡിസ്പ്ലേ ഇല്ലാത്ത ടൈപ്പാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഡേറ്റ് ടൈം എല്ലാതും സെറ്റ് ചെയ്യണം. പിന്നെ എത്ര പിക്സൽ ക്ലാരിറ്റിയിലാണ് നമ്മളിത് വിഷ്വൽസ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാനും ആപ്പിൽ തന്നെയാണ്. പിന്നെ അതുകൂടാതെ ഇതിന് 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് അങ്ങനെ 3 ഓപ്ഷൻ ഉണ്ടാവും. 3 മിനിറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ 3 മിനിറ്റ് ആകുമ്പോഴും പുതിയ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്യാനെല്ലാം ആപ്പ് വേണം. പിന്നെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ ത്രൂ ആണ് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എല്ലാം നടക്കുന്നത്. അപ്പോൾ വൈഫൈ പാസ്വേഡും ഈ യൂസർ മാനുവലിൽ ഉണ്ടാവും. അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് വെഹിക്കിളിൻ്റെ അകത്ത് ഇരുന്നിട്ട് തന്നെ വിഷ്വൽസ് ലൈവായിട്ട് കാണുക. പിന്നെ അതുപോലെ റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ മെമ്മറി കാർഡ് ഊരി വേറെ ഡിവൈസിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഫങ്ഷൻസ് ഈ ആപ്പിലുണ്ട്. ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തു. ഇനി ആപ്പിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ നമ്മുടെ മെയിൽ ID പിന്നെ അതുപോലെ തന്നെ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അതിനൊരു ഇമെയിൽ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെയിൽ ഐഡിയിലേക്ക് വരും. അതൊക്കെ കൺഫർമേഷൻ ചെയ്തതിന് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് ചാർജറിലല്ല കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ സ്റ്റീരിയോൻ്റെ ഡയറക്റ്റ് കൊടുത്തപ്പോൾ ഓണായിട്ടുണ്ട്. 5 വോൾട്ടിൽ ഓണായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ആ ബ്ലൂ കളറിൽ കാണുന്ന ഒരു ബട്ടനാണ്. അത് പെയർ ചെയ്യാൻ വേണ്ടി ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അതിൻ്റെ വൈഫൈയുടെ പേര് അതിൽ വരും, 70MA M300. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ഓൾറെഡി യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ബാക്കിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈൻ അതുപോലെ തന്നെ കണക്ട് ചെയ്തിട്ട് ബാക്കിലേക്ക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ലൈനാണ്. അപ്പോൾ അതെല്ലാം കൊടുത്ത് പാസ്വേഡ് എല്ലാം കൊടുത്തിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ട്. ലോഡിംഗ് ആണ് കണക്ഷൻ. അപ്പോൾ എല്ലാം കണക്ഷനെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ക്യാമറ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ക്യാമറ അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ കാണുന്നത് അതിൻ്റെ ലെൻസിൻ്റെ ഒരു സ്റ്റിക്കറാണ്. ലെൻസ് സ്ക്രാച്ച് ഒന്നും വരാതിരിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ച് ഒന്നും ആവാതിരിക്കുക ഒരു സ്റ്റിക്കർ അതിൻ്റെ അകത്തുണ്ടാകും. അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ അത് റിമൂവ് ചെയ്താൽ ശ്രദ്ധിച്ച് ഇൻസ്റ്റാൾ ചെയ്യണം. എന്തെങ്കിലും സ്ക്രാച്ചൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അഴിച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്നുണ്ട്, നല്ല ക്ലിയർ ഉണ്ട്. ഇത് ലൈവായിട്ട് കാണുന്നതാണ്. ഇത് കൂടാതെ റെക്കോർഡിങ്ങിൽ വീഡിയോ എടുക്കുമ്പോൾ ഇതിനും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ക്യാമറയ്ക്കൊരു അഡീഷണൽ ഒരു ഫീച്ചർ കൂടി ഉണ്ട്. G സെൻസർ എന്ന് പറഞ്ഞിട്ടൊരു സെൻസർ ഇൻബിൽഡായിട്ട് ഇതിൻ്റെ അകത്തുണ്ട്. ആ സെൻസറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇപ്പോൾ വെഹിക്കിൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ ക്യാമറ ഓഫായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് വെഹിക്കിളിന് എന്തെങ്കിലും പെട്ടെന്ന് വൈബ്രേഷൻ, എന്തെങ്കിലും ഒരു ക്രാഷോ അല്ലെങ്കിൽ പെട്ടെന്നൊരു വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ക്യാം തന്നെ ആക്റ്റീവ് ആവും. അപ്പോൾ ആ സമയത്ത് നടന്ന വിഷ്വൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അത് ഇതിൻ്റെ അകത്ത് ഇൻബിൽഡായിട്ടൊരു ബാറ്ററി ഉണ്ട്. അതിലുള്ള ചാർജ് മുഖേനയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് മിററിൻ്റെ ബാക്കിലായിട്ട്. അപ്പോൾ ഇത് നമ്മൾ പൊസിഷൻ സെറ്റ് ചെയ്തത് ക്യാമറ ഈ ലൈവ് വീഡിയോൻ്റെ വിഷ്വൽ നോക്കിയിട്ടാണ് പൊസിഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ഒരു സെൻട്രലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ക്യാമറയുടെ വിഷ്വൽ നോക്കിയിട്ടല്ല, ക്യാമറ നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിഷ്വൽ ചിലപ്പോൾ എന്തെങ്കിലും റോങ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ടെസ്റ്റ് ഡ്രൈവ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിയർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാതും താഴത്ത് ലിങ്ക് കൊടുക്കുന്നുണ്ട്. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഇതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ ആർക്കെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക, ഇൻസ്റ്റാൾ ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ ഇത് പല ടൈപ്പ് ക്യാമറകളുണ്ട്. നമുക്കധികം അത്ര വലിയ യൂസേജ് ഇല്ല, അതുകൊണ്ടാണ് നോർമൽ മേടിച്ചിട്ടുള്ളത്. നോർമൽ എന്ന് പറഞ്ഞാൽ അത്ര കുറവുള്ളതൊന്നുമല്ല, അത്യാവശ്യം നല്ല ക്ലിയറുള്ള ക്യാമാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കാണാനും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ടൈപ്പാണ്.